നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന് പാക് സർക്കാരിൽ നിന്നും കോടികൾ നഷ്ടപരിഹാരം ലഭിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കടന്നാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമടക്കം തകർന്നിരുന്നു. ഭീകരരുടെ ഖബറടക്ക ചടങ്ങിൽ പാക് സൈന്യത്തിലെ ഉന്നതരടക്കം പങ്കെടുക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഭീകരർക്ക് നേരിട്ട് പണം നൽകാൻ പാകിസ്ഥാൻ സർക്കാർ ഒരുങ്ങുന്നത്. ഇന്ത്യൻ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടവരുടെ നിയമപരമായ അവകാശികൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് അസറിന് നഷ്ടപരിഹാരം ലഭിക്കുക. ഇന്ത്യൻ തിരിച്ചടിയിൽ കനത്ത നഷ്ടമാണ് മസൂദ് അസറിനുണ്ടായത്. അസറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും ഉൾപ്പെടെ 14 പേരാണ് കൊല്ലപ്പെട്ടത്. അസറിന്റെ ഏക നിയമപരമായ അവകാശിയാക്കാൻ തീരുമാനിച്ചാൽ ഇയാൾക്ക് 14 കോടി രൂപ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകുമെന്നാണ് ദി ട്രൈബ്യൂണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി മെയ് 7 ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലെ ഒരു ലക്ഷ്യം ജെയ്ഷെ ആസ്ഥാനമായ ബഹാവൽപൂരിലെ ജാമിയ മസ്ജിദ് സുബ്ഹാനല്ലാഹിൽ ആയിരുന്നു. ലാഹോറിൽ നിന്നും 400 കിലോമീറ്റർ അകലെയാണ് ഇത്. മസൂദ് അസറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും അനന്തരവനും ഭാര്യയും മറ്റൊരു അനന്തരവനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 5 കുട്ടികളും മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുവെന്നാണ് പത്രക്കുറിപ്പിലുള്ളത്. അസറിന്റെ അടുത്ത അനുയായിയും അമ്മയും മറ്റു 2 കൂട്ടാളികളുമാണ് കൊല്ലപ്പെട്ട മറ്റുള്ളവർ. ബഹാവൽപൂരിലെ ആസ്ഥാനം കൂടാതെ ജെയ്ഷെ കേന്ദ്രമായ തെഹ്റ കാലാനിലെ സർജൽ, ബർണാലയിലെ ജെയ്ഷെ കേന്ദ്രമായ മർഗ് സലെ ഹാദിദ്, കോട്ലിയിലെ ജെയ്ഷെ കേന്ദ്രം മർക്കസ് അബ്ബാസ്, മുസഫറാബാദിലെ ജെയ്ഷെ താവളമായ സയ്യിദിന ബിലാൽ ക്യാമ്പ് എന്നിവയും ഇന്ത്യ തകർത്തിരുന്നു. വ്യോമാക്രമണത്തിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാനുള്ള സഹായം പാകിസ്ഥാൻ സർക്കാരിന് നഷ്ടപരിഹാര പദ്ധതിയിലുണ്ട്. ഇത്തരത്തിൽ പാക് സർക്കാർ നൽകുന്ന സഹായം വീണ്ടും ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമോ എന്ന ആശങ്കയാണ് ഇന്ത്യക്കുള്ളത്. കശ്മീർ കേന്ദ്രമാക്കി ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കൊടും ഭീകരനാണ് മസൂദ് അസർ. പാകിസ്ഥാനിലെ പഞ്ചാബിലെ ബഹാവൽപൂർ ആസ്ഥാനമായ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപക നേതാവാണ് ഈ 56-കാരൻ. 2001 പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ആക്രമണം, 2016 പഠാൻകോട്ട് ആക്രമണം, 2019 പുൽവാമ ആക്രമണം തുടങ്ങി ഇന്ത്യയിൽ നടന്നിട്ടുള്ള നിരവധി ഭീകരാക്രമണങ്ങളുടെ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് ഇയാൾ. 1968 പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽപൂരിൽ ജനനം. 2019 UN രക്ഷാസമിതി അന്താരാഷ്ട്ര ഭീകരരുടെ പട്ടികയിൽ മസൂദ് അസറിനെ ഉൾപ്പെടുത്തി. 1993 ഹർകത്തുൽ അൻസാർ സ്ഥാപിച്ചു. 1998 US സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം സംഘടന 1994-98 കാലത്ത് 13 പേരെ തട്ടിക്കൊണ്ടുപോയതായി പറയുന്നു. 1994 ഫെബ്രുവരിയിൽ അനന്തനാഗിനടുത്തുള്ള ഖാനബാലിൽ നിന്നും ഇന്ത്യ ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അസറിന്റെ മോചനത്തിന് 1995 കശ്മീരിൽ നിന്ന് 6 വിനോദസഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയി. 1999 നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് വരികയായിരുന്ന ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം 185 യാത്രക്കാരുമായി തട്ടിക്കൊണ്ടുപോയി. AB വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ അസറിനെ വിട്ടുകൊടുത്താണ് യാത്രക്കാരെ മോചിപ്പിച്ചത്. മോചനശേഷം ഹർകത്തുൽ അൻസാറിനെ അമേരിക്ക നിരോധിത ഭീകര സംഘടനകളുടെ പട്ടികയിൽ ചേർത്തു. ഇതിനുശേഷമാണ് ജെയ്ഷെ മുഹമ്മദ് രൂപീകരിച്ചത്. 2002 പാകിസ്ഥാൻ സംഘടനയെ നിരോധിച്ചു. 2001 ഡിസംബർ 13 ന്യൂഡൽഹിയിലെ ഇന്ത്യൻ പാർലമെന്റിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദുമായിരുന്നു ആസൂത്രകർ. ഇതിന്റെ ഭാഗമായി 2001 ഡിസംബർ 29 പാകിസ്ഥാൻ അസറിനെ ജയിലിലടച്ചു. 2002 ഡിസംബർ 14 വീട്ടുതടങ്കൽ അവസാനിച്ചു. മുംബൈ ആക്രമണത്തിലെ സൂത്രധാരന്മാരിൽ ഒരാളും അസറാണ്. 2008 ഡിസംബർ 7 മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തവരിൽ അസർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇല്ലെന്നുമുള്ള അവകാശവാദമുണ്ട്. 2016 പഠാൻകോട്ടിലെ ഇന്ത്യൻ വ്യോമതാവളത്തിൽ നടന്ന ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ അസറായിരുന്നു. ഇയാളുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവ് അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട്. 2019 ഫെബ്രുവരി 14 ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ ഒരു ചാവേർ ബോംബർ നടത്തിയ ഭീകരാക്രമണത്തിൽ 40 CRPF ജവാന്മാർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള തിരിച്ചടിയിൽ ജെയ്ഷെ മുഹമ്മദ് തലവനായ ഭീകരൻ മസൂദ് അസറിന്റെ 12 കുടുംബാംഗങ്ങളും 2 സഹായികളും ഉൾപ്പെടെ